സുവിശേഷത്തിൻ തീതെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ആത്മീയ ദുരന്തങ്ങളിലൊന്നാണ് വിവാഹമോചനം. പെരുകിക്കൊണ്ടിരിക്കുന്ന, വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വിവാഹമോചനം, അതും പെട്ടെന്നുള്ള വിവാഹമോചനം. വിവാഹം നടക്കുന്ന അതേ ദിവസം തന്നെ വിവാഹമോചനത്തിന് ആപ്ലിക്കേഷൻ കൊടുത്തവരുണ്ട്. ഓരോരുത്തരും കാരണങ്ങൾ തേടുകയാണ്. എങ്ങനെയാണ് ഈ ബന്ധമൊന്ന് അവസാനിപ്പിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് ഇതിൽ നിന്ന് ഒന്ന് പിന്മാറുക? എൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് ഏതെങ്കിലും തരത്തിൽ എനിക്ക് അനുവാദമുണ്ടോ? എൻ്റെ ഭർത്താവുമായുള്ള ബന്ധം ഉപേക്ഷിക്കാനായിട്ട് എനിക്ക് അവസരമുണ്ടോ? ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കർത്താവിൻ്റെ കാലത്തും ഇതേ ചോദ്യമായിട്ട് കുറച്ചു പേര് യേശുവിനെ സമീപിച്ചു. മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായത്തിൽ അവിടുത്തെ ജനം വന്ന് ഇതേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്. ഒരുവന് ഏതെങ്കിലും കാരണത്താൽ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കാനായിട്ട് കഴിയുമോ? കർത്താവ് അതിനുത്തരം നൽകുന്നത് ഇങ്ങനെ തുടങ്ങിയിട്ടാണ്. കർത്താവ് പറഞ്ഞു, ആദ്യം മുതലേ ഇങ്ങനെ ആയിരുന്നില്ല. ശരിയാ, നമ്മുടെയൊക്കെ അപ്പൂപ്പന്മാർ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഓരോ വർഷം ചെല്ലും തോറും, അവർക്ക് വയസ്സ് ഏറും തോറും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സ്നേഹവും ഐക്യവും കൂടിക്കൊണ്ടിരുന്നു. വിവാഹമോചനം എന്നത് അവരുടെ ഒരു ചിന്തയിൽ പോലും വരാത്ത ഒരു കാര്യമാണ്. കർത്താവ് തുടർന്നു, ആദ്യം മുതലേ ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. അവർ ഒരു ശരീരമാണ്. അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. ആദിയിലുണ്ടായിരുന്ന ഈ ദൈവത്തിൻ്റെ സംവിധാനം എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ രീതിയിൽ ആയിപ്പോയത്? പെട്ടെന്നുള്ള വിവാഹമോചനത്തിന് പ്രേരിപ്പിക്കത്തക്ക വിധത്തിൽ ഇന്നത്തെ വിവാഹ ബന്ധങ്ങൾ എന്തുകൊണ്ട് മാറിപ്പോയി? എന്താണ് പണ്ടത്തേതും ഇപ്പോഴത്തേതും തമ്മിലുള്ള വ്യത്യാസം? ആദിയിലേക്ക് നമുക്ക് പോകാം. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ തൻ്റെ സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ച് പ്രകൃതിയെ മുഴുവൻ കാണിച്ചു കൊടുത്ത്, ആകാശത്തിലെ പറവകളെയും ജലത്തിലെ മത്സ്യങ്ങളെയും വൃക്ഷലതാദികളെ മുഴുവനും കാണിച്ചു കൊടുത്ത് കർത്താവായ ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ പ്രകൃതിയെ നിറഞ്ഞ് അതിനെ കീഴടക്കുവിൻ. ഇതിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. പിന്നീടാണ് ദൈവം മനസ്സിലാക്കുക, പുരുഷൻ ഒറ്റയ്ക്കിരിക്കുന്നത് നന്നല്ല. ദൈവം സൃഷ്ടിച്ച എല്ലാ മൃഗങ്ങളെയും ഈ പുരുഷന് ഒരു ഇണയാകട്ടെ, ഏതെങ്കിലും ഒരു മൃഗത്തെ തിരഞ്ഞെടുക്കട്ടെ എന്ന് കരുതി എല്ലാ മൃഗങ്ങളെയും പുരുഷൻ്റെ മുമ്പിൽ ദൈവം കൊണ്ടുവന്നു. ഓരോ മൃഗത്തിനും പുരുഷൻ പേരിട്ടു. പക്ഷേ തനിക്ക് ഇണങ്ങിയ ഒരു ഇണയെ തിരഞ്ഞെടുക്കാൻ അവന് കഴിഞ്ഞില്ല. ഇത് മനസ്സിലാക്കിയ ദൈവം പുരുഷനെ ഉറക്കിക്കെടുത്തി അവൻ്റെ വാരിയല്ലൂരി അതിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ച് അവൻ്റെ മുമ്പിൽ നിർത്തി. പുരുഷൻ പറഞ്ഞു, ഒടുവിൽ ഇതാ എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും. അവനത് പറയാൻ കാരണം അവന് ബോധ്യമായി, ബോധപൂർവം എന്നെ സ്നേഹിക്കാൻ, എനിക്ക് ചേർന്ന ഒരു ഇണ, അതാണ് ഈ സ്ത്രീ. അപ്പോൾ ദൈവത്തിൻ്റെ സംവിധാനം ഇതായിരുന്നു, തനിക്ക് ചേർന്ന ഇണയെ സ്നേഹിക്കുക, പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും ഉപയോഗിക്കുക, ജീവിത പങ്കാളിയെ സ്നേഹിക്കുക, മറ്റ് വസ്തുക്കളെ ഉപയോഗിക്കുക
ഇതാണ് ആദിയിൽ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സംവിധാനം. സ്നേഹത്തിൻ്റെ പ്രത്യേകത എന്താണ്? നാം സ്നേഹിക്കും തോറും, നാം സ്നേഹിക്കപ്പെടും തോറും നമ്മൾക്ക് അത് പോരാതെ വരുന്നു. നാം ഒരിക്കലും പറയില്ല നാം മടുത്തുപോയി എന്ന്. സ്നേഹിച്ച് ഞാൻ മടുത്തുപോയി, സ്നേഹിക്കപ്പെട്ട് ഞാൻ മടുത്തുപോയി എന്ന് ഒരാളും വരികയില്ല. സ്നേഹിക്കും തോറും നമുക്ക് കൂടുതൽ 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 സ്നേഹം തോന്നും. എന്നാൽ ഏതൊരു വസ്തുവിനെ നാം ഉപയോഗിക്കുന്നുവോ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമുക്ക് മടുക്കും. എന്ത് വസ്തുവുമായിക്കൊള്ളട്ടെ, മദ്യമോ സ്വർണ്ണാഭരണങ്ങളോ വസ്ത്രങ്ങളോ വാഹനങ്ങളോ പദവികളോ അധികാരമോ എന്ത് തന്നെയായാലും കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് അത് മടുക്കാനായിട്ട് തുടങ്ങും. ദൈവത്തിൻ്റെ ഈ സംവിധാനം ദൈവം പറഞ്ഞത് വളരെ വ്യക്തമാണ്. ജീവിത പങ്കാളിയെ നീ സ്നേഹിക്കുക, കാരണം നീ എന്തുമാത്രം സ്നേഹിക്കുന്നുവോ ആ സ്നേഹം നിനക്ക് മതിയാകാതെ വരും, നീ സ്നേഹിച്ചു കൊണ്ടേയിരിക്കും. എന്നാൽ ഇപ്പോൾ സംഭവിച്ചത്, നാമൊക്കെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ സ്നേഹിക്കേണ്ടതിനെ ഉപയോഗിച്ചും ഉപയോഗിക്കേണ്ടതിനെ സ്നേഹിച്ചും തുടങ്ങിയിരിക്കുന്നു. സ്നേഹിക്കേണ്ട ജീവിത പങ്കാളിയെ പണത്തിന് വേണ്ടിയോ സൗന്ദര്യത്തിന് വേണ്ടിയോ അധികാരത്തിന് വേണ്ടിയോ ലൈംഗികതയ്ക്ക് വേണ്ടിയോ ഒക്കെ ഉപയോഗിച്ചു വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ മടുക്കുന്നു. മറ്റു വസ്തുക്കളെ നാം സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് വരുന്നു. അങ്ങനെ കുറേ നാൾ കഴിയുമ്പോൾ സ്നേഹിക്കേണ്ടതിന് പകരം ഉപയോഗിച്ചു തുടങ്ങിയ ജീവിത പങ്കാളി നമുക്ക് മടുക്കുന്നു. മറ്റു വസ്തുക്കളെ ഉപയോഗിക്കേണ്ടതിന് പകരം സ്നേഹിച്ചു തുടങ്ങിയത് കൊണ്ട് അതിനോടുള്ള സ്നേഹം നമുക്ക് കൂടുതൽ കൂടുതൽ വരുന്നു. അപ്പോഴാണ് വിവാഹബന്ധം മടുത്തു പോകുന്നത്, തണുത്തു പോകുന്നത്, വിവാഹമോചനത്തിനുള്ള സാധ്യതകളെക്കുറിച്ച് ആലോചിക്കുന്നത്, ആരായുന്നത്. എക്കണോമിക്സ് പഠിച്ചവർക്കറിയാം, അതിലൊരു തത്വമുണ്ട്, ദ ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമുക്ക് ഏറ്റവും ദാഹം അനുഭവപ്പെടുന്ന നിമിഷം നമുക്ക് ഒരു പെപ്സിയോ കൊക്കോകോലയോ ഒരു ഗ്ലാസ് മോരും വെള്ളമോ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സിപ്പിനുള്ള ആ ഗുണമല്ല, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റല്ല അത് അവസാനിക്കുന്ന നേരം. ഇത് ഉപയോഗിച്ച് 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 അതിനോട് നമുക്കൊരു മടുപ്പ് തോന്നി. ദാഹിക്കുന്ന ഒരുവന് രണ്ടാമതൊരു ഗ്ലാസ് കൂടെ പെപ്സി കൊടുത്താൽ അവൻ വേണ്ട എന്ന് പറയും. മൂന്നാമതൊരെണ്ണം കൂടെ നിർബന്ധിച്ചു കൊടുത്താൽ അവൻ അതിനെ വെറുക്കാൻ തുടങ്ങും. നാലാമത്തേതിൽ അവൻ ഒരിക്കലും ആ സാധനം ഉപയോഗിക്കാതെ വരും. ഈ ഒരു തത്വമാണ് ഒരുപക്ഷെ വിവാഹബന്ധത്തിലും വന്നിരിക്കുക. പണ്ടത്തേത് ഇങ്ങനെയായിരുന്നില്ലല്ലോ. കർത്താവ് പറയുകയാണ്, പുരുഷനും സ്ത്രീയുമായിട്ട് ഏകശരീരമായിട്ട് സൃഷ്ടിക്കപ്പെട്ടു, അതുകൊണ്ട് ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ എന്ന്. വിവാഹം ഒരു ഉടമ്പടിയാണ്, ഒരു കവനന്റ്. അതൊരു കോൺട്രാക്റ്റ് അല്ല. കോൺട്രാക്റ്റിൽ നിന്ന് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പിന്തിരിയാം. ഉടമ്പടി ദൈവമായിട്ടുള്ളതാണ്. അതിനെ ഒരിക്കലും നമുക്ക് ഭേദിക്കാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ കത്തോലിക്ക സഭയിൽ വിവാഹമോചനത്തിന് നാം അപേക്ഷിച്ചാൽ, ഏതെങ്കിലും പ്രത്യേക കാരണത്താൽ പ്രത്യേക സാഹചര്യത്തിൽ അത് അനുവദിച്ചാൽ അതിൽ എഴുതി വയ്ക്കുക, ഈ വിവാഹം അസാധൂകരിച്ചിരിക്കുന്നു. ദിസ് മാരേജ് ഗെറ്റ്സ് നള്ളിഫൈഡ്. വിവാഹമോചനം അല്ലെങ്കിൽ ഡൈവോഴ്സ് എന്ന വാക്ക് അവിടെ ഉപയോഗിക്കുന്നില്ല. വിവാഹമോചനം നടത്തിയവർ എങ്ങനെയാണോ ജീവിക്കുന്നത് അതിനേക്കാൾ പരിതാപകരമാണ് വിവാഹിതരായിട്ടും വിവാഹമോചനം ഒഫീഷ്യലായിട്ട് നടത്താതെ വിവാഹമോചിതരെ പോലെ ജീവിച്ചു തുടങ്ങുന്നത്. ഒരു വീട്ടിൽ 2 മുറികൾ, ഒരു മുറിയിൽ 2 കട്ടിലുകൾ, ഒരു കട്ടിലിൽ 2 അറ്റത്ത്,
ഇങ്ങനെ ജീവിക്കുന്ന പല കുടുംബങ്ങളും ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിനേക്കാൾ പരിതാപകരമാണ് ചില വ്യക്തികൾ, ചില ഭാര്യമാർ ഭർത്താവിനെ സ്നേഹിക്കാതെ, ഭർത്താവിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ, ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു ദോഷം പറഞ്ഞ്, മദ്യപാനമാകാം, മറ്റെന്തെങ്കിലും കുറ്റമാകാം, അതിൽ നിന്ന് അവനൊരു രക്ഷ കിട്ടുവാൻ, ഒരു വിടുതൽ കിട്ടുവാൻ ധ്യാനമന്ദിരങ്ങൾ കയറി നടന്ന് പ്രാർത്ഥനായോഗങ്ങളിലൊക്കെ പങ്കെടുക്കുന്നത്. പ്രിയപ്പെട്ട മകളെ, നീ ഒന്ന് ശ്രദ്ധിക്കുക. നിന്റെ വിവാഹ ദിവസം വിശുദ്ധ ഗ്രന്ഥം സാക്ഷിയാക്കി നീ ഒരു ഉടമ്പടി ചെയ്തിരുന്നു. ദുഃഖത്തിലും സന്തോഷത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും നീ ഒരുമിച്ച് ഇവനോടൊത്ത് ജീവിച്ച് കൊള്ളാം എന്ന്. ഇന്ന് നീ അവന് വേണ്ട പരിഗണനകൾ നൽകാതെ, അവനെ സ്നേഹിക്കാതെ, അവനിലുള്ളത് എന്തോ ഒരു പൈശാചിക ശക്തിയാണ് എന്ന് വിചാരിച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നത് നീ ഉടമ്പടിയെ ഭേദിച്ചു പോകുകയാണ്. ദൈവവുമായിട്ടുള്ള ഉടമ്പടി ഭേദിച്ചു കഴിഞ്ഞാൽ നിൻ്റേത് വിഭജിക്കപ്പെട്ട ഹൃദയമാണ്. നീ നിൻ്റെ ഭർത്താവിൻ്റെ മദ്യപാന ശീലത്തെയാണ് വെറുക്കേണ്ടത്, മറ്റ് തഴക്കദോഷത്തെയാണ് വെറുക്കേണ്ടത്, ആ വ്യക്തിയെ അല്ല. ആ വ്യക്തിയെ വെറുത്ത് ആളുമായിട്ട് സഹകരിക്കാതെ നീ എന്ത് തന്നെ പ്രാർത്ഥനാ യോഗങ്ങളിൽ പങ്കെടുത്താലും നിൻ്റെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല. പ്രിയ സഹോദര സഹോദരി, വിവാഹം ഒരു കൂദാശയാണ്. ഓരോ കൂദാശയിലും ദൈവത്തിൻ്റെ വരപ്രസാദം നാം സ്വീകരിക്കുന്നുണ്ട്, നമ്മിലേക്ക് ഒഴുകി വരുന്നുണ്ട്. ഓരോ കൂദാശയിലും ഈ ദൈവത്തിൻ്റെ വരപ്രസാദം, കൃപ, അനുഗ്രഹം നമ്മിലേക്ക് ഒഴുകി വരുന്നത് ആ കൂദാശയുടെ ശുശ്രൂഷകനിലൂടെയാണ്, ദൈവത്തിൻ്റെ അഭിഷിക്തനിലൂടെയാണ്. മാമോദീസയിൽ ഒരു കുഞ്ഞ് സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ്, അത് സ്വീകരിക്കുന്നത് ആ വൈദികനിലൂടെയാണ്. സ്ഥൈര്യലേപനത്തിൽ ഒരുപക്ഷെ മെത്രാനിലൂടെയോ അദ്ദേഹം അധികാരപ്പെടുത്തി നിയമിച്ചിരിക്കുന്ന ഒരു വൈദികനിലൂടെയോ ആണ്. കുംഭസാരത്തിലും കുർബാനയിലുമൊക്കെ ഈ കുദാശയിലൂടെ നമുക്ക് ലഭിക്കുന്ന എല്ലാ വരപ്രസാദങ്ങളും, നമുക്ക് ലഭിക്കുന്ന സ്രോതസ്, അതിൻ്റെ സോഴ്സ് ഈ ദൈവത്തിൻ്റെ അഭിഷിക്തരാണ്, വൈദികരാണ്. എന്നാൽ വിവാഹത്തിൽ ശുശ്രൂഷകർ ഭർത്താവും ഭാര്യയുമാണ്, വൈദികനല്ല. അവർ പുരുഷനും സ്ത്രീയുമായിട്ട് വരുന്നു, മണവാളനും മണവാട്ടിയുമായിട്ട് മാറുന്നു. എന്നാൽ തിരിച്ചു പോകുന്നത് ഭർത്താവും ഭാര്യയുമായിട്ടാണ്. ഭാര്യ അനുഗ്രഹിക്കപ്പെടുന്നത് ഭർത്താവിലൂടെയും ഭർത്താവ് അനുഗ്രഹിക്കപ്പെടുന്നത് ഭാര്യയിലൂടെയുമാണ്. മറ്റ് ഒരാളിലൂടെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരുന്നില്ല. കൗദാശികമായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ വരപ്രസാദങ്ങൾ, എല്ലാ വരദാന ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുക പരസ്പരമാണ്. ഈ കൗദാശിക ജീവിതം നയിക്കുമ്പോൾ മാത്രമാണ് കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുക, സന്തോഷമായിട്ട് തീരുക, തലമുറകൾ പോലും അനുഗ്രഹിക്കപ്പെടുന്നത്. വിഭജിക്കപ്പെട്ട ഹൃദയത്തോടുകൂടെ ഉടമ്പടി ലംഘിച്ച് നീ എന്ത് പ്രവൃത്തി ചെയ്താലും പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിൻ്റെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയില്ല. കുറച്ച് വ്യക്തികളെങ്കിലും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം ഇതാണ്: കുറേ നാൾ വരെ, വിവാഹം കഴിഞ്ഞ ഈ അടുത്ത സമയം വരെ എൻ്റെ ഭർത്താവ് വളരെ നല്ലവനായിരുന്നു, പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു, എന്നെ ഒത്തിരി സ്നേഹിക്കുമായിരുന്നു, സഹായിക്കുമായിരുന്നു, പിള്ളേരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് ഒരു പുതിയ ബിസിനസ് തുടങ്ങിയതോട് കൂടിയിട്ട് ഞങ്ങളോട് സ്നേഹമില്ല, വീട്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നില്ല, മക്കളെ സ്നേഹിക്കുന്നില്ല, അവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. എൻ്റെ ഭയം ഇദ്ദേഹത്തിന് ആരോ എന്തോ ചെയ്തിരിക്കുന്നു എന്നാണ്. ആരോ എന്തോ ഇദ്ദേഹത്തിന് ചെയ്തിരിക്കുന്നു.
എന്തോ ബിസിനസ് സ്ഥാപനത്തിൽ എന്തോ ദുഷ്കർമ്മങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. ഇതാണ് എൻ്റെ ഭയം. സഹോദരി, ഭയം തരുന്നത് പിശാച, ദൈവമല്ല. ദൈവം എപ്പോൾ ആർക്ക് പ്രത്യക്ഷപ്പെടുന്നുവോ ആദ്യം സംസാരിക്കുക, മകനെ മകളെ നീ ഭയപ്പെടേണ്ട എന്നാണ്. ഭയം തരുന്നത് പിശാചാണ്. അതുകൊണ്ട് നീ ഭയത്തിൽ കഴിയുന്നിടത്തോളം കാലം, കുറച്ചു നാൾ കഴിയുമ്പോൾ ഈ ഭയം നിന്നെ ഭരിക്കാനായിട്ട് തുടങ്ങും. എന്ന് പറഞ്ഞാൽ നീ പിശാചിൻ്റെ അടിമയായിട്ട് മാറും. നരകത്തിൽ ദൈവാരാധന ഇല്ല, പിശാചിൻ്റെ കീഴിൽ സ്വാതന്ത്ര്യമില്ല. അതുകൊണ്ട് ആദ്യമായിട്ട് നീ ഈ ഭയത്തിൽ നിന്ന് പുറത്തു വരിക, ദൈവാരാധന നടത്തുക, നിന്നെയും നിൻ്റെ ഭർത്താവിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പലപ്പോഴും പറയുന്നുണ്ട്, അദ്ദേഹം എങ്ങനെ സംസാരിച്ചാലും ദേഷ്യത്തോടെ സംസാരിക്കുന്നു, ശപിച്ച് സംസാരിക്കുന്നു, ദുഷിച്ച വാക്കുകൾ പറയുന്നു. ഒന്ന് മനസ്സിലാക്കുക, എനിക്കുള്ളതേ നിനക്ക് തരാൻ സാധിക്കൂ. എന്നിൽ നിന്ന് 1000 രൂപ നിനക്ക് വേണമെങ്കിൽ ആ 1000 രൂപ എൻ്റെ കയ്യിൽ വേണം. എൻ്റെ കയ്യിലുള്ളതല്ലേ നിനക്ക് തരാൻ സാധിക്കൂ. ഒരുപക്ഷെ ഈ സഹോദരൻ, ഈ സഹോദരി ജീവിച്ച സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നപ്പോൾ അവന് ലഭിച്ചിട്ടുള്ളത് ഈ ദേഷ്യവും ഈ കോപവും ഈ വെറുപ്പും ഈ വിദ്വേഷവും ഒക്കെയാണ്. അതാണ് അവനിൽ നിന്ന് പുറത്തു വരുന്നത്. സഹോദര, സഹോദരി, നിൻ്റെ ഭാര്യയെക്കുറിച്ച്, നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇങ്ങനെ ഒരു പരാതി ഉണ്ട് എങ്കിൽ നീ ആദ്യം ചെയ്യേണ്ടത് ദൈവസന്നിധിയിൽ കർത്താവിനോട് പറയുക, കർത്താവേ, നിൻ്റെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. എൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമേ എന്നല്ല, എൻ്റെ ഭർത്താവിൻ്റെ പൈശാചിക ശക്തിയിൽ നിന്ന് അവന് വിടുതൽ കൊടുക്കണമേ എന്നല്ല, എൻ്റെ ഭർത്താവിന് ഒരു മാനസാന്തരം വരട്ടെ എന്നല്ല, എൻ്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കട്ടെ എന്നല്ല. എന്നിൽ നിൻ്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ സൗഖ്യം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ അഭിഷേകം കൊണ്ട് നിറയ്ക്കണമേ, നിൻ്റെ അരൂപി കൊണ്ട് നിറയ്ക്കണമേ. ഇങ്ങനെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്നിൽ ദൈവസ്നേഹം നിറയും. നിന്നിൽ നിറയുന്ന ദൈവസ്നേഹം പിന്നീട് നിന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. നിന്നിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്ന ദൈവസ്നേഹം നിൻ്റെ ഭർത്താവ്, നിൻ്റെ ഭാര്യ സ്വീകരിക്കും. അവനിലുള്ള ദേഷ്യവും കോപവും വിരസതയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പതുക്കെ പതുക്കെ ഇല്ലാതായി അവനും ദൈവസ്നേഹം കൊണ്ട് നിറയും. അവനിൽ നിന്നും കുറച്ചു നാൾ കഴിയുമ്പോൾ ദൈവസ്നേഹം പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങും. പ്രിയപ്പെട്ട സഹോദര, സഹോദരി, നീ ചോദ്യം ചോദിക്കുന്നുണ്ട് എങ്കിൽ ഈ ബന്ധം വേർപെടുത്താൻ എങ്ങനെ സാധിക്കും, ഇതിന് അനുവാദമുണ്ടോ അവസരമുണ്ടോ എന്ന് ചിന്തിക്കുന്നു എങ്കിൽ ദൈവവചനത്തിൽ വിശ്വസിക്കുക. മലാക്കി 2:10 വളരെ വ്യക്തമായിട്ട് പറയുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ നിമിഷം വചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനിലേക്കും മകളിലേക്കും അവിടുത്തെ അത്യത്ഭുത ശക്തി കടന്നു ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഈ നിമിഷം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹമോചനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ആരെങ്കിലും ഇപ്പോൾ ഇത് ശ്രവിക്കുന്നുണ്ട് എങ്കിൽ ദൈവമേ, സ്നേഹമായി, സാന്ത്വനമായി, സന്തോഷമായി, സൗഖ്യമായി അവരുടെ കുടുംബത്തിലേക്ക് ഈ നിമിഷം കടന്നു ചെല്ലണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, കാനായിലെ കല്യാണത്തിന് വീഞ്ഞു കുറഞ്ഞു പോയപ്പോൾ ആ കുറവിനെ നിറവാക്കി മാറ്റിയ നല്ല അമ്മേ, സ്നേഹത്തിൻ്റെ, ഐക്യത്തിൻ്റെ ഒക്കെ കുറവ് അനുഭവപ്പെടുന്ന കുടുംബങ്ങളിലേക്ക് അവിടുന്ന് നിറവായിട്ട് തൻ്റെ തിരുക്കുമാരൻ കടന്നു വരാൻ മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പ്രൈസ് ദി ലോർഡ്. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം
നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന